നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ പല തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും നടക്കുന്നുണ്ട്. അതിൽ രണ്ട് തരത്തിലും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും തങ്ങളുടെ നിലപാടുകൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമൊക്കെ പറയുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അഡ്വക്കേറ്റ് ദീപ ജോസഫ് അതിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും രാഹുലിന് വേണ്ടി സംസാരിച്ച ആളുകളിൽ ഇത്രയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ കൊള്ളേണ്ടടുത്ത് കൊള്ളുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഞാനും കണ്ടിട്ടില്ല. ഏതായാലും അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കുവെച്ച പോസ്റ്റാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത്. 2 ദിവസം മുൻപും അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇപ്പോഴും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് തന്റെ നിലപാടിൽ കൃത്യമായി ഉറച്ചു നിന്നുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ അഡ്വക്കേറ്റ് ദീപ ജോസഫ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജിലൂടെ കൃത്യമായി തന്നെ കുറിച്ചിരിക്കുന്നത്. അവരുടെ പോസ്റ്റ് വായിക്കാം. കൃത്യമായിട്ടും പോസ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വായിക്കാം. സത്യങ്ങൾ ഒരിക്കലും മറഞ്ഞിരിക്കില്ല. കള്ളങ്ങൾ എന്നെന്നും സംരക്ഷിക്കപ്പെടുകയുമില്ല. ഇനി ഒരു വ്യാജ ഗർഭം, സ്നേഹം, വിവാഹം കഥകളുമായി ഒരുത്തിയും വരരുത്. നിന്റെയൊക്കെ ചീഞ്ഞളിഞ്ഞ ജീവിതം കാരണം യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടാതെ പോകുന്നു. കേരളത്തിലെ പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള മലയാളികളെ, നിങ്ങൾ കേട്ടതെല്ലാം വിശ്വസിക്കരുത്. കാരണം അതൊന്നും സത്യമല്ല. വാർത്തകൾ സൃഷ്ടിക്കുക എന്ന് മാത്രമേ മാധ്യമങ്ങൾ ചെയ്യുന്നുള്ളൂ. അതിൽ സത്യത്തിന്റെ കണിക ഉണ്ടോ എന്ന് നോക്കാൻ സൂക്ഷ്മദർശിനി വേണ്ടിവരും. ഞാൻ ദീപ ജോസഫ്, ഡൽഹിയിൽ നിന്നും കുറിക്കുന്നു. സുപ്രീം കോടതിയിൽ മാത്രമല്ല കേരളത്തിലും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാനൊരു ഭാര്യയാണ്. എൻ്റെ ഭർത്താവ് മനോജ് മാത്യു, 21 വയസ്സുള്ള മകനുണ്ട്. നിയമം മാത്രമല്ല, ജാമ്യയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതിൽ തന്നെ ഗവേഷണവും കഴിഞ്ഞ് അവാർഡ് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തിനാണ് ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്നല്ലേ ചിലർക്ക് സംശയം. എൻ്റെ ഡിഗ്രി വ്യാജമാണോ? ഞാൻ കോടതിയിലേക്ക് തന്നെയാണോ പോകുന്നത്? എന്നെ ആരാണ് വക്കീലാക്കിയത്? അവർക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. ഇനി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. അറിയാൻ മേലാത്തവർക്കും മനഃപൂർവ്വം എന്നെ എയറിലാക്കാൻ ശ്രമിക്കുന്നവർക്കും വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. കാരണം എൻ്റെ ജന്മം തന്നെ സത്യത്തിനും നീതിക്കും വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നീതി കിട്ടാതായാൽ നീ തീയാകണം എന്നാണ് ഞാൻ പറയാറ്. ഇന്നലെ ഞാൻ FBയിൽ ചോദിച്ചു, ഞാൻ ഒരു മഹാസത്യം വിളിച്ചു പറയട്ടെ എന്ന്. ആ സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ അഭിഭാഷക എന്നും സത്യത്തിൻ്റെ കാവലാളാണ്. മറച്ചുവെച്ച സത്യം തേടി അവർ ഏതറ്റം വരെയും പോകും. സത്യം എന്താണെന്ന് ഉറപ്പാകും വരെ അവരുടെ യാത്ര തുടരും. എൻ്റെ സത്യം തേടിയുള്ള യാത്ര അവസാനിച്ചു. ഞാൻ സത്യം വെളിപ്പെടുത്താൻ പോകുന്നു. മീഡിയയിൽ സത്യമില്ല എന്ന സത്യവും ഇതോടെ തെളിയുന്നു. നന്ദനം സിനിമയിൽ നവ്യ പറയുന്നുണ്ട്, ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന്. ഇതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാർത്തകളിലും റേറ്റിംഗ് കൂട്ടാൻ പേരിനൊരു മാധ്യമ പ്രവർത്തക അങ്ങേയറ്റം ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും, കേട്ടുകാണും. അവരോട് ചോദിക്കട്ടെ, സഹോദരി, ആരെയാണ് നിങ്ങൾ ഇര എന്ന് പറയുന്നത്? ഇര എന്നാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഇര എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഒരു യഥാർത്ഥ ഇരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാഹുൽ, നിന്റെ ജീവിതം ഒരു നേതാവിന് യോജിച്ചതായിരുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു. ചെറുപ്പക്കാരുടെ ചില്ലറ അസ്ഥിതകൾ നിന്നെ ബാധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇക്കഴിഞ്ഞ നാളിൽ നീ അനുഭവിച്ചത്. ജീവിതത്തെ തിരുത്തുക, ഒരു നല്ല നേതാവാകുക. അഴകുള്ള ചക്കയിൽ ചുള ഉണ്ടാവില്ല എന്ന് ഏറ്റവും നന്നായി അറിഞ്ഞത് നീയാവും രാഹുൽ. എൻ്റെ ഒരു കുഞ്ഞു സഹോദരനാവാനുള്ള പ്രായമേ നിനക്കുള്ളൂ. അതുകൊണ്ട് ചെറിയ വലിയ ഉപദേശമായി കരുതിയാൽ മതി. ഇനിയും മീഡിയ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ നിങ്ങൾ ഒന്നും അറിയാതെ ഇര എന്ന് വിശേഷിപ്പിക്കുന്നവളുടെ മുഴുവൻ ചരിത്രവും എനിക്ക് ലോകത്തോട് പറയേണ്ടി വരും. സത്യത്തിൽ അവൾക്ക് പരാതിയില്ല, ഉണ്ടാവില്ല. കാരണം അവൾ വിവാഹിതയാണ്. മാധ്യമ പ്രവർത്തകയായി ഇന്നലെയും ഇന്നും നാളെയും ജോലി ചെയ്യും. അവൾ 1 വർഷത്തിൽ ഏറെയായി വിവാഹിതയാണ്. സത്യത്തിൽ ഇര അവളെ കിട്ടിയ ആ പാവം ചെക്കനാണ്. ഒന്നുമില്ലാത്ത ബ്രോക്കൺ ഫാമിലിയിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കി കല്യാണം കഴിച്ച് ചതിക്കപ്പെട്ട ആ പാവം പയ്യനാണ് ഇര. ഫോട്ടോ സഹിതം തെളിവുകളുണ്ട്. കൂടാതെ ഇവൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, ചാനൽ സ്വന്തമായുള്ള പാർട്ടിയുടെ സ്വന്തം മോളാണ്. ഇനി പറ, ഇര ആരാണ്? CPI CPM കൊണ്ട് പിടിച്ചിളകാൻ അവർക്ക് അമ്പലം വിഴുങ്ങിയ കഥകൾ മൂടിവെക്കണം. കേരളത്തിൽ നടക്കുന്ന അഴിമതി ഒന്ന് മൂടിവെക്കണം. ഭരണ നിഷ്ക്രിയത്വം ഒന്ന് മൂടിപ്പിടിക്കണം എന്നൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാൽ കോൺഗ്രസിന്റെ ഉദ്ദേശം എന്താണ്? തലയ്ക്ക് മീതെ വളർന്നാൽ വെട്ടിക്കളയണമെന്നാണ് നേതൃത്വം കരുതുന്നത്. കാരണം രാഹുൽ കഴിവുള്ളവനാണ്. ഇന്നലെ മുളച്ച തകര പോലും സീൽക്കാരമിടുന്നു. ഇവൾക്കൊക്കെ നാണമില്ലേ? ഇവളുടെ ഭർത്താവ് ഉണ്ടായിട്ടും പലരുടെ ഒപ്പം മന്തി ഉറങ്ങുന്ന പിൽസ് ഫാക്ടറി
ഫാക്ടറി ഉടമകളാണോ എന്ന് സംശയം തോന്നുന്നു. പെണ്ണിന്റെ മാന്യത അവളുടെ പെരുമാറ്റവും സ്വഭാവമാണ്. ഒരു പദവി കിട്ടിയാൽ എന്തും വിളിച്ചു പറയാൻ നീ എന്ത് സത്യം അറിഞ്ഞു? ഇനി ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കുമ്പോഴും അവൻ ഒന്നും മറത്തു പറഞ്ഞില്ല, അവളെ അപമാനിച്ചില്ല. ഒരു നല്ല പുരുഷന്റെ ലക്ഷണം. MLA ആകും മുന്നേ ഉണ്ടായിരുന്ന ഒരു ബന്ധം, അതിനിടയിൽ അവൾ വിവാഹിതയും, പിന്നെ അവളെ നാണം കെടുത്തേണ്ട എന്ന ഒറ്റ കാരണത്താൽ മൗനം ഭജിച്ചു. നന്നായി രാഹുൽ, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മാധ്യമങ്ങളെ, നിങ്ങൾ ഏത് കാലത്തെ ഗർഭകഥയാണ് ഇനി പറയുന്നത്? ഇത്രയുള്ളൂ മാധ്യമങ്ങൾ എന്ന് നിങ്ങൾ തെളിയിച്ചു. ഇതാണ് നിങ്ങളുടെ മാധ്യമ ധർമ്മമെന്നും വിവരമുള്ള ജനം മനസ്സിലാക്കി. ഇനിയും തലച്ചോറിനുള്ളിൽ മണ്ണും മണലും നിറച്ച അന്തം കമ്മികളെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇരയല്ല മഹാഫ്രോഡ്. എടി കൊച്ചെ, നീ ധൈര്യമായി കേസ് കൊട്, മാധ്യമ വിചാരണ നിർത്തൂ. അതല്ല നിന്റെ കള്ളക്കളികൾ ഞാനായി പരസ്യപ്പെടുത്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ്. ഇനിയും ഒരു പുരുഷനെയും നീ ഇതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ കൊണ്ടുവരരുത്. ഇന്ന് തന്നെ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവളോടും നിനക്കായി പണി ചെയ്യുന്ന PROമാരോടും ഇവിടെ വെച്ച് ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പറയണം. അല്ലാത്ത പക്ഷം എന്നെപ്പോലെയുള്ള ഒരുപാട് പേര് നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യും. ചീറ്റിങ്ങിനെ ഒരുത്തൻ്റെ കൂടെയല്ല പലരുടെയും കൂടെ കിടക്ക പങ്കിട്ടു. പണ്ട് കൈയും കാലും കണ്ണും കാണിച്ചു മയക്കിയവൻ MLA ആയപ്പോൾ അവനെ കുടുക്കാൻ നിന്റെ ഗർഭം. എന്നിട്ട് നീ ഒരു വർഷം മുമ്പ് വിവാഹിതയായതുകൊണ്ട് രാഹുൽ നിനക്കെതിരെ ഒന്നും പറയാത്തത് അവൻ്റെ മാന്യത. പക്ഷേ നീ ചതിച്ചു. ജീവിതം നശിപ്പിച്ച നിന്നെ, നിന്റെ സ്വഭാവം അറിയാതെ സ്നേഹിച്ചു കെട്ടിയ ആ പാവം പയ്യൻ നീതിക്ക് വേണ്ടി എന്നെ സമീപിച്ചാൽ ഞാൻ അവനെ ചേർത്ത് പിടിക്കും. രാഹുലിനെ പിടിച്ചതിലും അതിശക്തമായി. ഇത് സ്നേഹം കാണിച്ച് ശരീരം വിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ചതിക്കുന്ന ഓരോ പുരുഷനും നീതിക്ക് കാവലാളായി എന്നെപ്പോലെ 1000 പേരുണ്ടാവുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ആർക്കട എൻ്റെ ഡിഗ്രിയുടെ ഉറവിടം അറിയേണ്ടത്? ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആദ്യം സത്യം അറിയണം. അല്ലാത്ത പക്ഷം സത്യത്തിൽ ഇര ആകുന്നവരെ കൂടി വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. നീതി അവർക്കും ഒരിക്കലും കിട്ടാക്കനിയാവും. കള്ളമാധ്യമങ്ങളിൽ നിന്ന് ദൂരം പാലിക്കൂ. അവർക്ക് അവിഹിതം മാത്രമേ താല്പര്യമുള്ളൂ. റേറ്റിംഗ് മാത്രമാണ് സത്യമല്ല അവരുടെ ലക്ഷ്യം. ഗർഭകഥ ഇവിടെ അവസാനിക്കുന്നു. രാഹുൽ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സംശുദ്ധമായി നടത്തണം. കള്ളക്കഥകൾ മെനയുന്ന മീഡിയ ഇത് നിർത്തണം. ഗർഭിണി ഇനി പ്രസവിക്കില്ല, കാരണം രാഹുലിനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെയും കൂട്ടാളികളുടെയും ലക്ഷ്യം. ഇനിയും അത് തുടർന്നാൽ ഞാൻ സർവ്വ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. കഥകൾ പൊളിക്കും. ജനങ്ങളെ, നമ്മൾ കേൾക്കുന്നതല്ല സത്യം. ഒരു ആണിനെയും തകർക്കാൻ ഒരു പെണ്ണിന് ഒരു നിമിഷം മതി. ഒരൊറ്റ സെക്സ് ബോംബ്. എൻ്റെ അപ്പനും സഹോദരനും ഭർത്താവും മകനും സുഹൃത്തും ഞാൻ സ്നേഹിക്കുന്ന ഏതൊരു പുരുഷനും അതിലൊരു കല്ലേറ് ദൂരത്തിൽ മാത്രമാണെന്ന് ഞാൻ അറിയുന്നു. അവർ അറിയാതെ അവരെ വിഴുങ്ങാൻ ഇതുപോലെ ഓരോ അവതാരങ്ങൾ അവർക്ക് ചുറ്റിലുമുണ്ട്. പ്രത്യേകിച്ച് പണവും പ്രതാവും പദവിയുമുള്ള പുരുഷനെ മാത്രം തേടിയെത്തുന്ന രംഭ, മേനക, തിലോത്തമമാരെ സൂക്ഷിക്കുക. ചതിക്കപ്പെട്ട പെണ്ണ് ഒരിക്കലും പരാതി പറയാൻ വർഷങ്ങൾ കാത്തിരുന്ന സീരിയൽ ഗർഭകഥ പറയില്ല. ഈ കള്ള ഗർഭകഥ ഇവിടെ അവസാനിക്കണം. അഡ്വക്കേറ്റ് ദീപ ജോസഫ്. ഇത്രയും വലിയ ഒരു കുറിപ്പാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുള്ളത്. കൃത്യമായി തന്നെ ഈ വരികളിൽ തനിക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ തൻ്റെ നിലപാടിൽ വീണ്ടും വീണ്ടും ഉറച്ചു നിൽക്കുന്ന അല്പം കൂടി സത്യങ്ങളാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇതിലൂടെ വിളിച്ചു പറയുന്നത്. ഈ പോസ്റ്റിന് താഴെയും നിരവധി ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ ഏത് വിശ്വസിക്കണം? നിങ്ങൾ പറയുന്നത് വിശ്വസിക്കണോ, മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് താഴെ കൃത്യമായിട്ട് നമ്മുടെ യുക്തിക്കനുസരിച്ച് ഇത്രയും ദിവസം ഈ ഒരു വാർത്ത, ആദ്യം ഈ ആരോപണം ഉയർന്നു, അതിനുശേഷം വീണ്ടും പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ വീണ്ടും ഈ ആരോപണം ഉയരുന്നു. ഇത്തരത്തിലുള്ള ഒരു പോക്കാണ് ഈ ഒരു കേസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ചെയ്തത് തെറ്റുണ്ട്. തൻ്റെ ഒരു രാഷ്ട്രീയക്കാരനെ പറ്റിയ ഒരു ജോലിയല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമല്ല രാഹുൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഒരു വെല്ലുവിളി കൂടിയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫിൻ്റെ ഈ ഒരു പോസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ, രാഹുലിനെ ഇനിയും വേട്ടയാടൽ തുടർന്നു കഴിഞ്ഞാൽ തൻ്റെ കൈകളിലുള്ള പല തെളിവുകളും, അത് ഫോട്ടോ സഹിതമുണ്ട് എന്ന് പറയുന്നുണ്ട്, പല തെളിവുകളും ഞാൻ പുറത്തു വിടുമെന്നുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഈ ഒരു പോസ്റ്റിലൂടെ പറയുന്നത്.